കോഴിക്കോട്ടെ UDFിന്റെ സ്ഥാനാർത്ഥിയെ വലിയ നിലയിലാണ് ഇപ്പോൾ UDF നേതൃത്വം അവതരിപ്പിച്ചിരിക്കുന്നത്. കല്ലായിൽ വലിയ തരത്തിലുള്ള ഒരു മാസ് എൻട്രി തന്നെ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് പ്രവർത്തകർ അദ്ദേഹത്തെ വരവേൽക്കുകയാണ്. കല്ലായിലേക്ക് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ആരംഭിച്ച അതേ കല്ലായിലേക്ക് തന്നെയാണ് രാഷ്ട്രീയത്തിലെ രണ്ടാമത്തെ ഒരു എൻട്രി കൂടി. അദ്ദേഹം വേഷപ്പകർച്ച നേടുക കൂടിയാണ് ചെയ്യുന്നതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വലിയ തരത്തിലുള്ള എൻട്രിയാണ് ഇപ്പോൾ പ്രവർത്തകർ താങ്കൾക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത്ര ഒരു ആവേശത്തിലാണ് അണികളെല്ലാം തന്നെ. ഈ ഒരു കോഴിക്കോടിൻ്റെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അടയാളമാണ് ഇതെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ കടക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം UDFിൻ്റെ പ്രവർത്തകരുടെ ഒരു ബാഹുല്യം എനിക്കിവിടെ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഈ യാത്രകളിലുടനീളം ഈ നാട്ടുകാരുടെ പ്രതികരണം എനിക്ക് വല്ലാത്തൊരു ആവേശം ഉണ്ടാകുന്നുണ്ട്. കാരണം അവരെല്ലാം ഈ ഒരു കോഴിക്കോട് നഗരത്തിൻ്റെ ഭരണമാറ്റത്തിന് വേണ്ടി ആവേശം കൊണ്ട് കൊതിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള അവരുടെ ഓരോ നോട്ടങ്ങളിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഏകകണ്ഠമായി പ്രവർത്തകർ താങ്കളുടെ പിന്നിൽ അണിനിരക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം താങ്കൾക്കുണ്ടില്ലേ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഇപ്പോൾ എനിക്ക് ഇറങ്ങുന്നവരെ എനിക്ക് എങ്ങനെയായിരിക്കും ഇത് എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസാണ്. പക്ഷേ എനിക്കിപ്പോൾ വളരെ 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 വിശ്വാസവും ആത്മവിശ്വാസം കുറച്ചുകൂടി കൂടിയിരിക്കുകയാണ്. താങ്കൾ ഒരിക്കലും ഒരു മുഴുവൻ സമയ ഒരു രാഷ്ട്രീയ പ്രവർത്തകരാകാൻ ഇടയില്ല. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് ഉറപ്പാണ് താങ്കൾ നൽകുന്നത്? ഞാൻ നഗരത്തിൻ്റെ വികസനം പിന്നെ എൻ്റെ മനസ്സിൽ എൻ്റെ കുറേ കാലമായി എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ചില പല മാറ്റങ്ങൾ എൻ്റെ മനസ്സിൽ പല പ്ലാനുകളുണ്ട്. ആ പ്ലാനുകൾ അതായത് ഈ നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഈ നഗരം ഒരു കോഴിക്കോട് നഗരം ഒരു ഹൈടെക് ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ള ഒരു മാനസിക ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ആ ഒരു സംഭവം ഞാൻ നമ്മളെ UDF കോഴിക്കോട് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടപ്പാക്കി കഴിഞ്ഞിരിക്കും. ഒരു രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കും. തീർച്ചയായിട്ടും. കാരണം രാഷ്ട്രീയത്തിനേക്കാൾ ജനങ്ങളെ സേവിക്കുക, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതിനാണ് ഞാൻ മുൻഗണന നൽകുന്നത്. ഏതായാലും അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് കുറേ ഉറപ്പുകൾ താൻ നൽകുന്നുണ്ട്. ആ ഉറപ്പുകൾക്ക് വേണ്ടി തൻ്റെ അടുത്ത കാല പ്രവർത്തനങ്ങൾ ആ രീതിയിലായിരിക്കും എന്നുള്ള കാര്യം കൂടി പറയുന്നു. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള ശ്രമമാണ്, രാഷ്ട്രീയത്തിന് അതീതമായി തന്നെയുള്ള പ്രവർത്തനമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാവുക എന്ന ഉറപ്പ് കൂടിയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. കല്ലായിൽ വലിയൊരു സ്വീകരണമാണ് കോൺഗ്രസും UDF പ്രവർത്തകരും അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തത്. ജിബേഷിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.